ആയിരം തിരി വിളക്കെന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഇക്കാലത്തൊക്കെ ഇതുപോലൊന്ന് കണ്ടുകിട്ടുക എന്ന് പറഞ്ഞാൽ പ്രയാസം തന്നെ. എന്ത് പഴക്കം വരും ഇതിന്? എനിക്ക് ഓർമ്മയുള്ള കാലം മുതൽ ഇതിവിടെ തന്നെ ഉണ്ട്. ഇതോ? ഇതേത് ജാമ്പവാന്റെ കാലത്തോളാ? ഏയ് സൂക്ഷിക്കണം, അത് ലോഡഡാണ്. കാട്ടുപന്നികളെ വരട്ടാൻ നിറച്ചു വെച്ചിരിക്കുന്നതാ. ചിലപ്പോ വീട്ടിന്റെ മുറ്റത്ത് വരെ വരും കൂട്ടങ്ങള്. അമ്മച്ചി കിടപ്പിലായ വിവരം ഞാനിന്ന് ഉച്ചയ്ക്ക് അറിഞ്ഞത്. ഉടനെ പുറപ്പെട്ടു. ഇവിടെ എത്തിയപ്പോൾ വൈകി. ആശുപത്രി ചെന്നപ്പോൾ അവർ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് നടന്ന് ഈ മല കയറി ഇവിടെ എത്തിയപ്പോൾ ഇത്രേ ഇരുട്ടി. ഇനി നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതി ഞാൻ എൻ്റെ മുറിയിലേക്ക് പോവുമായിരുന്നു. ഇവിടെ നിന്ന് പോയെങ്കിലും ആ മുറിയുടെ താക്കോൽ ഇപ്പോഴും എൻ്റെ കയ്യിലാണ്. തലമുറകളായിട്ട് തമ്പിച്ചായൻ്റെ കുടുംബം ഇവിടുത്തെയും തോട്ടത്തിലെയും കണക്കുകളും കാര്യങ്ങളും ഒക്കെ നോക്കിയിരുന്നത്. 3 വർഷം മുമ്പ് എൻ്റെ മകളുടെ ഭർത്താവ് മരിച്ചു. അവളും കുഞ്ഞും തനിച്ചായപ്പോൾ ഞാൻ ഇവിടുത്തെ പണി മതിയാക്കി അമ്മച്ചിയോട് പറഞ്ഞ് നാട്ടിലേക്ക് പോയി. അല്ലെങ്കിലും ഗീത മരിച്ചതിന് ശേഷം അമ്മച്ചിക്ക് തോട്ടത്തിലൊന്നും വലിയ താല്പര്യമില്ലാതായി. പണി മതിയാക്കി ഞാനിവിടെ നിന്ന് പോയെങ്കിലും എല്ലാ മാസവും 1-ാം തീയതി തെറ്റാതെ അമ്മച്ചി ശമ്പളം അയച്ചു തരുമായിരുന്നു. എന്തായാലും തമ്പിച്ചായി വന്നത് നന്നായി. ഇനിയിപ്പോൾ ഞങ്ങളുടെ വിവാഹം വരെയെങ്കിലും ഇവിടെ ഉണ്ടാവണം.